ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെ ഓണസദ്യ റെസിപ്പിയുടെ രണ്ടാമത്തെ ഐറ്റം സാമ്പാർ. നമുക്കൊരു അടിപൊളി നല്ല കുറുകിയ സാമ്പാർ ഉണ്ടാക്കിയാലോ? വാ, പെട്ടെന്നുണ്ടാക്കാം. ഇതിനായി ഞാനിവിടെ മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത്, വഴുതനങ്ങ കട്ട് ചെയ്തത്, കിഴങ്ങ്, വെള്ളരിക്ക, കുറച്ച് ബീൻസ്, ക്യാരറ്റ്, പടവലങ്ങ, മത്തങ്ങ, കായ, സവാള, തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും പച്ചക്കറികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് തന്നെ ചേർക്കുക. ഒരു കുക്കറിലേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഇതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോവയ്ക്ക ചേർക്കാം, ബീട്രൂട്ട് ചേർക്കാം, വെണ്ടയ്ക്ക ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറികളുള്ളത് അതൊക്കെ ചേർക്കുക. ഓക്കെ, ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായവും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വേവിക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. 2 വിസിൽ തന്നെ ധാരാളം. കണ്ടോ, എല്ലാം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായി കഴിഞ്ഞ് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അല്പം കടുകിട്ട് പൊട്ടിച്ച് ഒരു 5-6 കുഞ്ഞുള്ളി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്കൊരു വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിട്ടിട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാമ്പാർ മസാലയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം അല്പം കൂടെ സാധാ വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി. എല്ലാം കഴിഞ്ഞു. അല്പം മല്ലിയിലയും കൂടെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. കണ്ടല്ലോ, വളരെ സിമ്പിളാണേ. അപ്പോൾ ഓണസദ്യക്കുള്ള രണ്ടാമത്തെ ഐറ്റവും ഇതേ റെഡി. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പുറകെ തന്നെ വരുന്നുണ്ട്. ദേ, ഞാനിവിടെ നല്ല പൂ പോലെ തിടലിയിലേക്ക് ഈ സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് നല്ലൊരു പിടി പിടിക്കാൻ പോവാം. എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി നാളെ തന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.